വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈയൊഴിയാനാവില്ല എന്ന് ഹൈക്കോടതി. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ സർക്കാരിന്റെ മറുപടി തേടി മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മറ്റിടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകാൻ നിർദ്ദേശം നൽകുകയാണ്. രാഗിനാണ് വിവരങ്ങളുമായി ചെന്നത്. രാഗിന് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു പരാമർശമാണല്ലോ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പിഴവ് പറ്റി എന്നൊരു നിരീക്ഷണം കൂടിയുണ്ടോ കോടതിയുടെ ഭാഗത്തുനിന്ന്? വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ നേരത്തെ അമിക്കസ് ക്യൂറി കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ പ്രധാനമായും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിലുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇന്ന് കേസ് വീണ്ടും കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. ആ ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇതിൽ നിന്ന് കൈയൊഴിയാനാകില്ല എന്ന കാര്യമാണ് കോടതി വ്യക്തമാക്കിയത്. അതായത് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന കാര്യമാണ് കോടതി പ്രധാനമായും എടുത്ത് പറഞ്ഞത്. ഇതിനോടൊപ്പം തന്നെ ഇതിൽ സർക്കാരിൻ്റെ മറുപടി തേടിയിട്ടുണ്ട് കോടതി. സാവകാശം ചോദിച്ചു സർക്കാർ. അങ്ങനെ 10 ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത്. അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് അടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാകണമെന്ന കാര്യവും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാൻ 5 തവണ പറഞ്ഞിരുന്നു. പക്ഷേ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, ചില കാര്യങ്ങൾ നടത്തിയില്ല, ചില വീഴ്ചകൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ്. മാത്രമല്ല ഇത്തരത്തിൽ അനുമതി ലഭിച്ച ഒരു പദ്ധതിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന തരത്തിൽ ഫയൽ മടക്കുന്ന അവസ്ഥയുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം ദുരന്ത നിവാരണ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതയുള്ള ഏത് നിർമ്മാണ മേഖലയിലും KSDMAക്ക് ഇടപെടാൻ നിയമപരമായിട്ടുള്ള അധികാരമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല PWDക്കെതിരെയും കരാറുകാർക്കെതിരെയും ഒക്കെ അതിൽ പരാമർശങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഇത്തരത്തിൽ ഒരു നിയമപരമായിട്ട് ഇടപെടാൻ കഴിയുന്ന അവസ്ഥയിൽ ഈ നിർമ്മാണ കാര്യങ്ങളിൽ ഇടപെടാനാകില്ല എന്ന നിലപാട് ശരിയല്ല എന്ന തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൽ സർക്കാരിൻ്റെ റിപ്പോർട്ട് കൂടി കോടതി പരിഗണിക്കും. അതിനുശേഷം ഇതിൽ തീരുമാനത്തിലേക്ക് പോകും. ആദ്യഘട്ടത്തിൽ സർക്കാർ ഒരു റിപ്പോർട്ട് നൽകിയത് കരാറുകാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ സർക്കാരിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലിലാണ് ഈ അപകടത്തിൻ്റെ തീവ്രത കുറച്ചതെന്നൊക്കെയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അമിക്കസ് ക്യൂറി ഒരു റിപ്പോർട്ട് നൽകിയത്. അതിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിലെ പരാജയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഴ്ച എടുത്തു കാണിച്ചിരുന്നു. ആ റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടുകയും ചെയ്തിരിക്കുന്നത്.